I'm Dr. Dhanesh. Thank you for your wonderful discussion here. And now I'm going to take over as the moderator for the Malayalam session. So those who want to leave can leave because this discussion is, this presentation is in our colloquial language, Malayalam. So this is what I have to mention here. Okay, thank you for your presentation and thank you for your participation. And now I welcome all of you to back to our Malayalam session. നമസ്കാരം. നാം ഇന്നിവിടെ നമ്മുടെ വെബിനാറിന്റെ 312ാമത്തെ ദിവസമാണ്. ഈ 312 ദിവസമായി നമ്മളിവിടെ ഗംഭീരമായ പ്രോഗ്രാംസ് ആണ് നടന്നത്. ഇന്ന് തന്നെയാണെങ്കിൽ വളരെ ഗംഭീരമായ 2 പരിപാടികളാണ് നമുക്കുണ്ടായിരുന്നത്. ഒന്ന് സന്തോഷ് കുമാർ ഡോക്ടറുടെ ഈ പരിപാടി, ഇപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമും. ഇനിയിപ്പോൾ വരുന്നത് നമ്മുടെ ഹോമിയോപ്പതിയുടെ നമ്മുടെ തന്നെ ഏറ്റവും കാരണവരായ ഒരു ഡോക്ടറാണ്, നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും നമ്മുടെ വലിയ ഉപദേശിയും നമ്മുടെ പേട്രനും ഒക്കെ ആയ നമ്മുടെ ലത്തീഫ് സാറാണ് ഇന്ന് നമ്മുടെ മുന്നിൽ പ്രസന്റേഷനായി എത്തുന്നത്. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യം വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലഘട്ടം വളരെ വ്യത്യസ്തമായി കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ പഴയ രീതിയിലുള്ള മാവേലി നാട്ടിലെ സംഭവങ്ങളൊന്നുമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അഡിക്ഷനും അസൂയയും കുശുമ്പും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മനുഷ്യർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതായത് ഇതൊക്കെ പണ്ട് നമ്മൾ പറയും കഷണ്ടിക്കും പിന്നെ അസൂയയ്ക്കും മരുന്നില്ല എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ അങ്ങനെയല്ല, ഇതിനൊക്കെ മരുന്നുണ്ട്. അതിന് ചില രീതികളുണ്ട് കണ്ടുപിടിക്കുന്നതിന്. ആ രീതികൾ നമുക്ക് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് അറിയാമായിരിക്കും, പക്ഷെ എന്നിരുന്നാലും ഹോമിയോപ്പതി വിശ്വാസികൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വളരെ ഇപ്പൊ നിരന്തരം പീഡനങ്ങൾ നടക്കുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്. അതുപോലെ തന്നെ നിരന്തരം കുടുംബ കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം പ്രശ്നങ്ങൾ അല്ലാത്ത രീതിയിലുള്ള എവിടെ ചെന്ന് പരിഹരിക്കാം, എങ്ങനെ പരിഹരിക്കാം, ആരെക്കൊണ്ട് പറ്റും? പൊതുവെ കുറെ ആൾക്കാർ കൗൺസിലിങ്ങിന് പോകും, കുറെ ആൾക്കാർ സൈക്കാട്രി പോകും. പക്ഷെ ഇതൊക്കെ കൊണ്ട് പരിഹാരം പൂർണ്ണമാകുന്നില്ല. അപ്പൊ ഇത് പരിഹരിക്കുന്നതിന് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതൊക്കെ വിവരിക്കാനായി നമ്മുടെ മുന്നിൽ ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ലത്തീഫ് സാറാണ്. ലത്തീഫ് സാർ നടത്തുന്ന ഇന്നത്തെ ഈ സെഷൻ അതിഗംഭീരമായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ നമ്മളെ ശരിക്ക് വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോകും, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ സമയം കളയുന്നില്ല. കാരണം എന്താ വെച്ചാൽ സാറിന് ഒരു ദിവസം കൊണ്ട് തീരുന്ന പരിപാടികളല്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് 10:30 തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടി വന്നാൽ ഒരു സെക്കൻഡ് സെഷൻ വീണ്ടും വേണ്ടി വരും. കാരണം സാറിന്റെ തലയിൽ അതുപോലുള്ള കുറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അപ്പൊ അത് കേൾക്കുന്നതിനും അത് കാണുന്നതിനും ഒക്കെ ആയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തതിനായി നമ്മുടെ പ്രോഗ്രാമിന് സ്വാഗതം പറയുന്നതിനായി നമ്മുടെ കൃഷ്ണദാസ് സാറിനെ ഞാൻ വിളിക്കുകയാണ്. സാർ ഉണ്ടല്ലോ അല്ലേ? പ്ലീസ് അൺമ്യൂട്ട്. പ്രിയപ്പെട്ട കൃഷ്ണദാസ് മാസ്റ്റർ കേൾക്കുന്നില്ലേ? ഹലോ സാർ. കേൾക്കാം. പ്രിയപ്പെട്ട ഹോമിയോപ്പതി ലവേഴ്സ്, ഡോക്ടേഴ്സ്, ഏറെ സന്തോഷമുണ്ട്. ധനേഷ് സാർ പറഞ്ഞതുപോലെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് സാറ് പറഞ്ഞതുപോലെ കുറ്റകൃത്യങ്ങൾ, അതുപോലെ പെരുമാറ്റ വൈകല്യങ്ങൾ, അക്രമ പ്രവണത, ഇത്തരം കാര്യങ്ങൾ ഒരുപാട് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയും കേരളം പോലെ ആരോഗ്യരംഗത്ത് മാതൃകയായ ഒരു സംസ്ഥാനത്ത് പോലും ഈ മാനസിക വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് അത് എല്ലാതരം ആളുകളിലും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൽ ഹോമിയോപ്പതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപക്ഷെ ഏറ്റവും അധികം നമുക്ക് ആധികാരികമായി ഇത് പറയാൻ കഴിവുള്ള ഒരാളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ, എങ്കിലും പറയുകയാണ്. മുൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും അതുപോലെ കൺട്രോളിംഗ് ഓഫീസറും നിരവധി പ്രോജക്റ്റുകളിൽ, പ്രത്യേകിച്ചിട്ട് ഈ ആൽക്കഹോളിസം, അതുപോലെ പുകയില അഡിക്ഷൻ, ഇത്തരം കാര്യങ്ങളിൽ നിരവധി റിസർച്ച് വർക്ക് നടത്തിയ ബഹുമാന്യ വ്യക്തിയും അദ്ദേഹം നമ്മുടെ രക്ഷാധികാരി കൂടിയാണ്. കൂടാതെ കോഴിക്കോട് അദ്ദേഹം ആംബിയൻസ് ഹോമിയോ റിസർച്ച് സെന്റർ ഇപ്പോൾ നടത്തുന്നുണ്ട്.
നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ എല്ലാവിധ അതിന്റെ ഒരു പശ്ചാത്തല ആധികാരിക പിന്തുണ നൽകുന്ന മഹത് വ്യക്തിത്വം കൂടിയാണ്. അപ്പൊ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി നമ്മളോട് സംസാരിക്കും. നമുക്കൊക്കെ അറിയാം, ഇന്ന് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ആത്മഹത്യ കൂടി വരുന്നു, അതുപോലെ സമൂഹത്തിൽ അക്രമ പ്രവണത കൂടി വരുന്നു. അങ്ങനെ മാനസികമായ ആരോഗ്യം തകർന്ന് കാണുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ചുറ്റുമുള്ള വാർത്തകൾ നമ്മോട് പറയുന്നത്. ഇപ്പോഴും ഞാനിപ്പോൾ കാസർഗോഡാണ്. ഇന്ന് ഇവിടെ കാസർഗോഡ് തന്നെ 2 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അതുപോലെ കുട്ടികളിലെ ബിഹേവിയർ ഡിസോർഡറിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അക്രമ പ്രവണത, അതുപോലെ ഒരു പ്രത്യേക കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇന്നുണ്ട്. അപ്പൊ ഏതായാലും ഇതിന്റെ ഒരു വിഷയം തന്നെ അദ്ദേഹം സജസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം സാമൂഹിക നവോത്ഥാനത്തിന് ഹോമിയോപ്പതി എന്നുള്ളതാണ്. കാരണം എത്ര മനോഹരമായ ഒരു ടൈറ്റിലാണത്. സാമൂഹിക നവോത്ഥാനം നടപ്പിലാക്കാൻ ഹോമിയോപ്പതി സഹായിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ ഒരുപാട് കാലത്തുള്ള റിസർച്ച് അനുഭവങ്ങളുണ്ട്. നേരത്തെ ധനേഷ് ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്കിത് 1 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു സെഷൻ അല്ല, എങ്കിലും തുടർന്നും ഇത് നമുക്ക് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം. അപ്പൊ ഏതായാലും കേവലമായി മറ്റ് ശാസ്ത്രശാഖകള് മനസ്സ് കാണാതെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല ഹോമിയോപ്പതി എന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, ഇത്തരം കുറ്റകൃത്യങ്ങളും ഈ പ്രശ്നങ്ങൾക്ക് കേവലം നിയമം മാത്രം കൊണ്ട് കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി നിരവധി നിയമങ്ങൾ കേരളത്തിലുണ്ട്, നമ്മുടെ നിയമ വ്യവസ്ഥയിലുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. ഇതിന് തീർച്ചയായും മനസ്സ് കൂടി പരിഗണിച്ചുള്ള ഒരു ചികിത്സാ സമ്പ്രദായം തന്നെ, അതിന്റെ പിന്തുണ തന്നെ വേണം. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ ലത്തീഫ് സാറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. ബഹുമാന്യ സുഹൃത്തുക്കളെല്ലാവരും ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിന് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ പ്രോഗ്രാമിൻ്റെ മോഡറേറ്ററായ ഡോക്ടർ ധനേഷ്, പരിചയപ്പെടുത്തിയ വെൽക്കം ചെയ്ത ശ്രീ കൃഷ്ണദാസ് മാസ്റ്റർ, നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ഷാജി കുടിയട്ട് തുടങ്ങിയ പ്രഗത്ഭരെ, ബാക്കെൻഡിലെ വിദഗ്ധര്, സുഹൃത്തുക്കളെ, സാധാരണ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കഷണ്ടിക്കാരാണ് ഞാൻ ചികിത്സിച്ച്, അതും ഏറ്റവും ഭംഗിയായ രീതിയിൽ നല്ല ലാബ് റിപ്പോർട്ടുള്ള ഹെയർ ഫോളിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയത്. അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്നാണ് അതിന് പറയുന്നൊരു പേര്, വയനാട്ടിലുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത്ര അസൂയക്കാരത്ര എൻ്റെ വന്നിട്ടില്ല. കാരണം അത് ഓപ്പൺ ആക്കാൻ അവർക്ക് വിഷമമുണ്ടായിരിക്കും. അപ്പം ഞാനിവിടെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എ ബി എന്ന് സി എന്നൊക്കെ മുദ്ര കുത്തിയിട്ട് അത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഇത് നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വിപത്താണ് നമ്മുടെ സ്വഭാവ വൈകല്യത്തിൽ നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ, അത് എൻ്റെ സഹോദരികളാകാം, സഹോദരന്മാരാകാം, അമ്മയാകാം, അമ്മുമ്മയാകാം, ഇവർക്ക് എല്ലാവർക്കും ദുരിതമാണ്. നമുക്ക് എല്ലാ ദിവസവും പത്രത്തിലാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും പറഞ്ഞു കേട്ടാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സത്യം പറയുകയാണെങ്കിൽ അന്നത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ മനസ്സിൽ വരുന്നില്ല, ഒരു വിശപ്പുണ്ടാകുന്നില്ല. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അഭിപ്രായത്തിൽ ഹോമിയോപ്പതിക്ക് മാത്രമേ മറ്റുള്ള യാതൊരുവിധ ബാഹ്യ പ്രേരണകളോ നിർദ്ദേശങ്ങളോ ഈവൻ താക്കീതുകളോ കൊടുക്കാതെ വളരെ സുരക്ഷിതമായി നമ്മുടെ 2-3 പഞ്ചസാര ഗുളിക മാസത്തിലൊരിക്കൽ കൊടുത്താൽ മതി. അത് നമ്മൾക്ക് ഇവിടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരു സംസാര വിഷയമായ മാത്രം പോരാ. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ തന്നെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന മന്ത്രിമാരും സെക്രട്ടറിമാരും, മന്ത്രിമാർ അവരുടെ കീഴിൽ
കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന സെക്രട്ടറിമാരുള്ളപ്പോഴും ദയവ് ചെയ്ത് ഇവിടെ കേട്ട കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ തുറന്നു വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരാം. ഇത് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തണം. കോടിക്കണക്കിന് രൂപ ദുരിതങ്ങളും, രൂപയെക്കാളും കൂടുതൽ ദുരിതങ്ങളും, കുടുംബം അങ്ങോട്ട് നശിച്ചിരിക്കുക. ആ കുടുംബത്തിലേക്ക് ഒരു പുരുഷൻ, അത് സാധാരണ ആൾക്കാർ, എൻ്റെ പെണ്ണിന് പെൺമക്കളെ കെട്ടിച്ച് കൊണ്ടുപോകാൻ ഒരു മനുഷ്യനും വരില്ല. അതേപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ പോലും അവിടെ വേറൊരാൾ കാലെടുത്ത് വെക്കില്ല. ഇതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ചർച്ച ചെയ്യാൻ പറ്റുന്നത്. ഈ സ്റ്റേജിലിരിക്കുന്ന ഡോക്ടർമാരുടെ അടുത്തൊക്കെ ഇത് തന്നെയാണ്. കയ്യും പിന്നെ എന്താ പറയുക, കണ്ണീരുമായിട്ട് കഴിഞ്ഞു പോകുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതാണ് ഇന്നത്തെ വിഷയം. അതിപ്പം ആദ്യം ഒന്ന് ചിന്തിക്കുക. എനിക്ക് മലയാളത്തിൽ ഇതെല്ലാം എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഇംഗ്ലീഷിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് വിളിക്കുന്ന 99% ആൾക്കാർക്ക് ഇത് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ഈ ഇങ്ങനെ അതൊരു അത്യാവശ്യം തന്നെ മലയാളത്തിൽ ഞാൻ പറഞ്ഞു തരുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മെയിൻ വിഷയം നമ്മുടെ ഈ കുടുംബ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട് നമ്മുടെ പെരുകുന്ന കുറ്റകൃത്യങ്ങൾ, അതുപോലെ മറ്റുള്ള ചില അപൂർവങ്ങളായ ചില വിഷമങ്ങൾ, ക്രൈം, കുറ്റകൃത്യങ്ങളെ കൂടാതെ മറ്റ് എല്ലാത്തരം കുറ്റകൃത്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ഹരസ്മെൻറ്റ്, അത് ഒരു അവർക്കറിയാം ആരെയാണ് ഉപദ്രവിക്കുക. പിന്നെ അസൂയ, കർമ്മചിന്ത, ഈ 3 വിഷയമാണ് ഇപ്പോൾ ഉള്ളത്. ആ 3 വിഷയത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോന്ന് നമുക്കത് പരിശോധിക്കാം. അപ്പോൾ ഇതിൽ ഒരു ക്രിമിനൽ ബിഹേവിയറിന് ഒരു കണക്കുള്ളത് നമ്മുടെ ഒരു 2-ാമത്തെയോ 3-ാമത്തെയോ ഡെക്കേഡ്, അതായത് 20 വയസ്സ് 30 വയസ്സൊക്കെ ആകുമ്പോഴൊക്കെയാണ് ഈ പുരുഷന്മാരിൽ കൂടുതലായിട്ട്, സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഈ ക്രിമിനൽസ് ബിഹേവിയർ ഉണ്ടാകുന്നത്. അത് നമുക്ക് പലർക്കും അറിയാം. എന്തുകൊണ്ടെന്നുള്ള ചെറിയ ഹോർമോൺ ഇംബാലൻസ് തന്നെയാണെന്ന് പറഞ്ഞു വരുന്നു. പക്ഷേ അത് കൂടാതെ കുറേ ജനിതമായിട്ട് ചില കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അങ്ങനെ വരുന്നപ്പം ഒരു മോണോ അമിനേസ് ഓക്സിഡേസ് ആക്ടിവിറ്റി, അത് 5H1AA ലെവലിൽ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു കാരണമായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആ കെമിക്കൽ നമ്മുടെ ബ്രെയിനിൽ ഉള്ളിടത്തോളം കാലം ഇവരെ നമ്മൾ എങ്ങനെ ഉദ്ദേശിച്ച് നന്നാക്കാൻ പറ്റുമോ, അത് നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. ഇതിനാണ് യഥാർത്ഥത്തിൽ ഹോമിയോപ്പതിയുടെ ചാൻസ് ഉള്ളത്. സാധ്യത മാത്രമല്ല, ഇടപെടലുള്ളത്. അതിൽ കൂടാതെ തന്നെ ഈ ക്രിമിനൽ ബിഹേവിയറിന് നേരത്തെ പറഞ്ഞ ജനിത തകരാറുകളും ചില ഹോർമോണും അല്ലെങ്കിൽ അതിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടാതെ അത് പുകവലി, അത് അമ്മയോ അച്ഛനോ പുകവലിക്കുന്ന സമയത്ത് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാകാം. പ്രത്യേകിച്ച് അമ്മമാർ ഗർഭാവസ്ഥയിൽ പുകവലിക്കുന്ന വലിയ അപകടമാണ്. അതുപോലെ തൂക്കക്കുറവുള്ള കുട്ടികളുടെ ജനനം ഭാവിയിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കാം. പിന്നെ ഈ അമ്മയുടെ ഏറ്റവും കൂടുതൽ അമ്മ അല്ലെ അച്ഛൻ, രണ്ടാളും കൂടെ വേണമല്ലോ, ആ കുട്ടിയോടുള്ള ആ ചെറിയ പ്രായത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് അത് വളരെയധികം വേണം. അവർ സ്നേഹ പരിഗണന ലാളന കൊടുത്താണ് കുട്ടികളെ വളർത്തണമെന്ന് വലിയ പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് പറ്റാതെ വരും. പിന്നീട് ജനന സമയത്തോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾ, പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ മാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിയെ നമ്മൾ ഏതെങ്കിലും ഇതിൽ ചില സ്വഭാവങ്ങൾ കുട്ടികളിലുണ്ട്. ആ സ്വഭാവ വൈകല്യം നമുക്ക് പറയാനും വേറൊരാളടുത്ത് പറയാനും അറിയിക്കാനും നമുക്ക് വിഷമം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ശരിക്കും തന്നെ ആ കുട്ടിയെ തല്ലുകയോ ഒരു മുഴുവൻ പിടിച്ചു കെട്ടുകയോ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതാണ് മാൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ സൂപ്പർവിഷൻ അത് ശരിയായിട്ട് നടക്കത്തില്ല. അവരെ വേണ്ടതുപോലെ, ഒരു അച്ഛനും അമ്മയും ജോലിയാണെങ്കിൽ ഒരു വേലക്കാരിയെ എടുത്തിരുന്നായിരിക്കും ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അവരുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചില കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ കുട്ടിക്ക് വേണ്ടി വന്നാൽ പറഞ്ഞിട്ടുണ്ട് മയക്കുമരുന്നതെല്ലാം കൊടുക്കുന്ന സ്വഭാവം. പിന്നെ കുടുംബത്തിലുണ്ടാകുന്ന സഹോദരന്മാരുടെ എണ്ണം. പിന്നെ ഈ കുട്ടികൾക്കൊക്കെ ചില സ്വഭാവങ്ങൾ ഉണ്ടാകും. രാത്രി കിടന്ന് മൂത്രമൊഴിക്കുക. അതിന് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഉപദ്രവങ്ങളും വേണ്ടത്ര പണിഷ്മെൻ്റൊക്കെയാണ് കൊടുക്കുന്നത്. അത് നമ്മൾ നേരിട്ട് തന്നെ പലതും കണ്ടിട്ടുണ്ട്. പിന്നെ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ എല്ലാവരും വലിയ ഹൈടെക് സ്കൂളിലൊക്കെയാണ്
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് പല ഭാഷകൾ ബുദ്ധിമുട്ടുണ്ട്, അത്രയ്ക്ക് ഹെവി വർക്കാണ്. അപ്പോൾ അവിടുത്തെ ഡിസിപ്ലിനറി പ്രൊസീജിയർ എല്ലാം അവർക്ക് ഇടപെടാൻ ബുദ്ധിമുട്ട്. പിന്നെ അവരുടേതായിട്ടുള്ള ചില സ്വഭാവ വൈകല്യങ്ങളുണ്ട്. പിന്നെ ചെറുതിലെ തന്നെ ലെഡ് എക്സ്പോഷർ, ലെഡ് മാത്രമല്ല, കർത്തിയ മാത്രമല്ല, അതുപോലെ ആഴ്സനിക്, കാഡ്മിയം, കോബാൾട്ട്, നിക്കൽ തുടങ്ങിയ പല പല കെമിക്കലുകളും ഈ ഹെവി മെറ്റൽസും അവരെ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നീട് വേറൊരു ക്രിമിനൽ സ്വഭാവത്തിൻ്റെ അഡൽട്ടിനുള്ള താല്പര്യങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ അമിതമായ രീതിയിൽ മദ്യം ഉപയോഗിക്കുക, പിന്നെ ഡ്രഗ് ഉപയോഗിക്കുക, പിന്നെ ആദ്യം തന്നെ ഇവർക്ക് ചില ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി ചില ആൾക്കാരുടെ പ്രേരണയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പരാജയത്തിലേക്ക് എത്തും, ചിലത് വലിയ വിഷമത്തിലേക്ക് എത്തും. അതൊക്കെ അവരുടെ മനസ്സിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഈ വ്യക്തിയോട് എന്തെങ്കിലും രീതിയിലുള്ള ഉപദ്രവം തന്ന വ്യക്തിയോട് ഇവർക്ക് ഒരു വൈരാഗ്യം ഉണ്ടാകാം. ഭാവിയിൽ അവരെ തിരിച്ച് ഉപദ്രവിക്കാനുള്ള താല്പര്യങ്ങൾ അവരിലുണ്ടാകാം. അപ്പോൾ ഈ സാമൂഹ്യമായിട്ട് അവരെ മാറ്റി നിർത്തുന്നത് താല്പര്യം. പിന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ക്രിമിനൽ പിയർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട മിടുക്കന്മാരായ നല്ല തഴമ്പും ഒക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തുമായിട്ടുള്ള ബന്ധപ്പെടുന്നതൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൂടാതെ തന്നെ ഈ റിലീജിയസ് സെലിനീസ് എന്ന് പറയും, അതായത് അമിതമായ അളവ് താല്പര്യത്തോടുകൂടി മതപരമായ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നാൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകാം അവരിലെ. പക്ഷേ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ആർഡൻ്റായ ആൾക്കാരിൽ അത് കുറഞ്ഞു നിൽക്കും. 2012 ഒരു പഠനം നടത്തിയതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ നരകത്തിൽ കൂടുതൽ വിശ്വസിച്ച് നരകം ഉണ്ടാകുമെന്ന് പറയുന്ന അത്തരം ആൾക്കാരിൽ സ്വാഭാവികമായിട്ടും ഈ ക്രിമിനൽ റേറ്റ് കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണുന്നത്. അപ്പം നിനക്ക് ഇങ്ങനെ ഭാവിയിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്നൊക്കെ ചില നിർദ്ദേശങ്ങൾ ചെറുതിലെ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലത് പതിച്ചിട്ടുണ്ടാകും. അതേസമയം നിനക്ക് സ്വർഗം തന്നെ കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും എന്നുള്ള നിർദ്ദേശം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇവിടെ മരുന്നിനെ പറ്റി പറയാം. സാധാരണ ഇതിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, അതിന് കൗൺസിലിംഗ് ഒക്കെ പറയും. ഇവിടെ നമുക്ക് അതിൻ്റെ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ലെങ്കിലും സത്യമായിട്ട് ആ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയതാണ്. പിന്നെ അത് മരുന്നുകൾ ധാരാളം പറയുന്നതിനകത്ത് എല്ലാം പറഞ്ഞിരിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ 3 മാർക്കുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സ്റ്റമോണിയം, സൾഫറുണ്ട്, ലാക്ടോസിസ് ഉണ്ട്, ലൈക്കോപോഡി ഉണ്ട്, ഇത് പൾസാറ്റില തുടങ്ങിയ നമുക്ക് അറിയാവുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അതെല്ലാം കിട്ടും. പിന്നെ ഈ ഫനറ്റിസം എന്നൊരു സ്വഭാവ വൈകല്യം, അത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ തീവ്രവാദം അങ്ങനെ നമുക്ക് പറയാം. ഫനറ്റിസം അത് വളരെ ചെറിയ പ്രായത്തിൽ പോലും നമുക്ക് നിരീക്ഷിക്കാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ അംഗീകരിക്കില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിതീവ്രമായ താല്പര്യങ്ങളും അവരുടെ നിർബന്ധ ബുദ്ധി, അതിന് വേണമെങ്കിൽ നമുക്ക് ആ വാക്കിലേക്ക് പറയാം. പക്ഷെ വേണ്ട രീതിയിൽ ഒരു ലാളനയോടുകൂടി ഒരു തിരിച്ചറിവ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും അവരെ വല്ലാതെ ശകാരിച്ച് അവർ വിഷമത്തിലേക്ക് എത്തും. അത് ഭാവിയിൽ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ പേരൻ്റൽ കെയർ കൊടുക്കാത്തതുകൊണ്ട് ഒരു സൈക്കോളജി ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ അവർ കുഴപ്പക്കാരാണെന്ന് വരുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫനറ്റിസം ഉള്ള സാഹചര്യം ഉള്ള വ്യക്തികളിൽ ഹെവി മെറ്റൽ ടോക്സിസിറ്റി കൂടി കാര്യമായ രീതിയിൽ പരിഗണിക്കണം. അത് കുട്ടികളിൽ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ആഴ്സനിക് ഉണ്ടാവും, നേരത്തെ ഉണ്ടായ ചെറുപ്രായത്തിലുണ്ടായ വളർന്ന സാഹചര്യത്തിൽ കഴിച്ച ഭക്ഷണത്തിൽ, അത് വളർന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ അവരുടെ ക്ലൈമറ്റ് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടിട്ടുണ്ട്. പിന്നെ വലിയ ധിക്കാരമായിരിക്കുക, ഹോട്ടിനെസ്, പിന്നെ മറ്റുള്ള ഒരു അതായത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് സ്ത്രീയോ കാണുന്നത് വലിയ അപകടമാണ്, വലിയ ഭയമാണ് അവരെ. അതിൽ നേരത്തെ കിട്ടിയ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ആരെങ്കിലുമൊക്കെ ചെറുതിലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ആ മനസ്സിലുണ്ടായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഹൊറർ ഓഫ് ദി ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയും. പിന്നെ വലിയ വിഷാദം, പാരമ്പര്യമായിട്ട് ചില മനോരോഗങ്ങളും വിഷാദങ്ങളും ഉള്ള ആൾക്കാരിലൊക്കെ പ്രശ്നങ്ങളായിരിക്കുക. പിന്നീട്
ഈ നമ്മുടെ ചില ചില താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഭാവനാപരമായിട്ടോ ആത്മീയപരമായിട്ടോ ചില കാര്യങ്ങളിൽ അവരിൽ ചില മനസ്സിൽ ചെറുപ്രായത്തിൽ കുടികൊണ്ടിയ ചില കാര്യങ്ങൾ, അതായത് മെറ്റാഫിസിക്കൽ കാര്യങ്ങൾ പ്രശ്നമുണ്ടാക്കും. പിന്നീട് ചില ആൾക്കാർക്ക് വലിയ പ്രാർത്ഥനയായിരിക്കാം. അങ്ങനെ ഓരോ രീതിയിലാണ് കാണുന്നത്. അത് പ്രത്യേകിച്ച് ഈ പ്രായപൂർത്തി ആകുമ്പോൾ അഡോളസൻസ് പീരീഡിലായിരിക്കും കൂടുതൽ കുഴപ്പങ്ങൾ കാണുന്നത്. പിന്നീട് ചൈൽഡ്ഹുഡ്, അതായത് ചെറുപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും അഡൽട്ടിലേക്കാണ് പോകുന്നത്. അഡൽട്ട്ഹുഡ്, അത് ഏർലി അഡൽട്ട്ഹുഡും ലേറ്റ് അഡൽട്ട്ഹുഡും അവിടെ ഇതുപോലെ തന്നെ ചില പേഴ്സണാലിറ്റി, വ്യക്തിപരമായ ചില അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ അവരിലുണ്ടാകാം. അതങ്ങനെ ആരോടും ചർച്ച ചെയ്യാതെ കൂട്ടുകാരോട് പറഞ്ഞ് അവർ തന്നെ ചില കുഴപ്പത്തിലേക്ക് എത്തിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാം. പിന്നെ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, പിന്നെ ഡിപ്രഷന്, അതുപോലെ തന്നെ അവരിൽ ഈ ചില സാഹചര്യങ്ങളിൽ വേണ്ടത്തിൽ കെയർ കിട്ടിയിട്ടില്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള സ്വഭാവം അനുസരിച്ചോ സൂയിസൈഡ് ടെൻഡൻസി അവരിൽ കാണും. പിന്നീട് ഇത് ഭാവിയിലേക്ക് വരുമ്പോൾ അവർ ഒരാളെ കൊല്ലണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നു കൂടിയാൽ അതിനിപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നിർദ്ദേശിക്കാനോ പറ്റുമോ? കൗൺസിലിംഗ് കൊണ്ടുപോകും. അപ്പോൾ 2 ദിവസം 3 ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ അവർ മാറും. അതിന് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം അച്ഛനോ അമ്മയോ ബന്ധുക്കളോ പോലീസുകാരോ ഒരു ഹോമിയോ കോളേജിലോ പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൗകര്യം, ഐസൊലേഷൻ സൗകര്യമുള്ള അല്ലെങ്കിൽ സുരക്ഷിതത്വമുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മരുന്നുകളിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഡിക്കേഷൻ വരുന്നത് ആഴ്സനിക് അയഡൈഡ്, ബെല്ലഡോണ, ഹെപ്പാറ്, അയോസിയാമസ്, അയഡിൻ, ഇതെല്ലാത്തിലും ഒരു കണ്ടീഷനുണ്ട്. ഓരോ കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ കൊടുക്കാവൂ. നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു മരുന്ന് അങ്ങനെ എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല. എല്ലാവർക്കും ഒരു മരുന്ന് കൊടുത്തില്ല. മോഡേൺ മെഡിസിൻ ആണെങ്കിൽ ഒരു മരുന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കുക, ഏത് രാജ്യത്തുള്ളതും കൊടുക്കാം. ഇവിടെ അതല്ല, മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. എന്തുകൊണ്ട്, എങ്ങനെ, എത്രത്തോളം കുഴപ്പം കാണിക്കുന്നു, അത് പാരമ്പര്യം എന്തായിരുന്നു, ഭക്ഷണശീലം എന്തായിരുന്നു, അതിനെ തൊട്ട് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നീട് ഈ വേറെ 2 ഇതിനകത്ത് ചില അക്ഷരമല്ല, വാക്കുകൾ പക്ഷെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും. അതുകൊണ്ട് നമ്മളെന്താണെന്ന് വെച്ചാൽ അത് ഡിക്ഷണറിയൊക്കെ നോക്കിയിട്ട് വേണം അത് മൂവ് ചെയ്യേണ്ടത്. ഇവിടെ വേറൊരു വളരെ ഒരു പുതിയൊരു വാക്ക് കിടക്കുന്നത് കൊക്കറ്റ് എന്നായിരിക്കണം അതിൻ്റെ മലയാളം വേർഷൻ വരുന്നത്, ഉച്ചാരണം. COUUETTISH. ഇത് വലിയൊരു അപകടം പിടിച്ച അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കാണ്. അതായത് അവരുടെ ഒരു പേഴ്സണൽ അപ്പിയറൻസ് തന്നെ എന്തിനു വേണ്ടിയാണ്? വേണ്ടതുപോലെ ഒരാളെ സ്വായത്തമാക്കുക അവരുടെ താല്പര്യത്തിന് വേണ്ടി. ഇപ്പം ആണായാലും പെണ്ണായാലും, പ്രത്യേകിച്ച് ഈ വാക്ക് കൂടുതൽ പ്രസക്തമായും വേണ്ടത് സ്ത്രീകളിലെയാണ്. അത് എന്തിനും ഒരു ഫിസിയോളജിക്കൽ പ്രശ്നങ്ങളാണ്, അല്ലാതെ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ യഥാർത്ഥത്തിൽ തല്ലുകയോ ശിക്ഷിക്കുകയോ അല്ല വേണ്ടത്. ഹോമിയോപ്പതിയിൽ ഇതിൽ പറയുന്ന മരുന്നുകൾ കൊടുത്താൽ അത് ശരിയായിരിക്കും. കാരണം അവർ സാധാരണ പറയുന്നത് സ്ത്രീ ആയിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരു വശീകരണ ശീലം വേണമെന്നോ ഇങ്ങനെ ഒരുപാട് കാലത്തിൽ ഇത് പറയും. നീ ഒരു പെണ്ണായി പിറന്നാൽ അത് പെണ്ണായിട്ട് തന്നെ നീ കാണണം, ആണുങ്ങളെയൊക്കെ നീ അതേപോലെ പിന്നെ കാര്യമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കണം. എത്ര കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിന്നെ അവിടെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കണമെങ്കിൽ നിനക്ക് ചില ക്വാളിറ്റീസ് വേണം. ഇതിൽ അതൊക്കെ പെട്ട ഭൗതികമായ കാര്യങ്ങളാണ്. ഇവിടെ ഫിസിയോളജിക്കലായിട്ടും ആന്തരികമായിട്ടും ചില ഭാഷണത്തരമാണ് ഇത് സത്യം പറയുകയാണെങ്കിൽ. അതിന് പറഞ്ഞിരിക്കുന്നില്ലേ, അത് വലിയ താല്പര്യം, ഈ വിഷയങ്ങളിൽ അവർക്ക് വലിയ താല്പര്യക്കുറവ് അതിൽ പറഞ്ഞു വരുന്നതാണ്. ഏറ്റവും കൂടുതൽ പറയുന്നത് സൾഫറാണ്. പിന്നീട് ടു മച്ച്, വളരെ കൂടുതൽ. അതിൽ 4 മരുന്നുണ്ട്. അത് പ്ലാറ്റിനം, ഫോസ്ഫറസും ബെറേട്രം ആണെന്ന് പറയുന്നത്. അത് കുട്ടികളിലാണെങ്കിലോ അതിന് പ്രത്യേകതരം മരുന്നുകളുണ്ട്. അഡൽട്സിന് കൊടുക്കുന്ന അതേ മരുന്ന് തന്നെ അംബഗ്രേസിയ കൂടാതെ നമുക്ക് ലാക്ടസസും ഫോസ്ഫറസും പ്ലാറ്റിനയും പൾസാറ്റിലെയും സൾഫറും ബെറേട്രും. അപ്പം ഇത് സാധാരണ പല അസുഖങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ്. പക്ഷേ ഇത്തരം ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നമുണ്ടെന്ന് അവർ പറയാൻ പോകുമോ? നമ്മൾക്കൊട്ട് കണ്ടു കാണാനും പറ്റില്ല. നമ്മൾക്ക് കാണണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അത് വേറെ രീതിയിൽ വേറെ സ്ഥലത്ത് പോയി കാണിക്കേണ്ടി വരും. എന്തായാലും ഇത് കൊക്കറ്റിഷ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു ആകർഷണം ഉണ്ടാക്കുക. പക്ഷെ ഈ ആകർഷണത്തിൽ തന്നെ ഈ അപകടത്തിലേക്കാണ് പോയി ചാടുന്നത്. അപ്പൊ പിന്നെ 2 കൈയും കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം കേൾക്കുന്നുള്ളൂ. 2 ഭാഗത്തും തെറ്റുണ്ട് ഈ കേസിൽ.
അത് ഒരു വിഭാഗത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ഒരു കണക്ക് 2016 മുതലുള്ള ഒരു കണക്കാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ടോട്ടൽ IPC കേസ് 26,097. അത് 2016-ലാണ്. അതുപോലെ പോലീസിൻ്റെ വേറെ ചില കണക്കിനനുസരിച്ച് പിന്നെ അതിൻ്റെ വിഭാഗങ്ങളാണ്. 4,47,773. അങ്ങനെ മൊത്തത്തിൽ 7,70,7,870. പിന്നെ അങ്ങനെ ഓരോ വർഷത്തെ 16, 17, 18, 19, 20, 21. ഈ 21-ലത്തെ കണക്ക് നോക്കുമ്പോൾ ഓരോ വർഷം കൂട്ടുമ്പോഴും കൂടിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ക്രൈം കേസാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 21 മുതൽ 2021 ജൂലൈ 3-ാം തീയതി വരെയുള്ള ഒരു കണക്കാണ് ലാസ്റ്റത്തെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വഭാവത്തിൻ്റെ കണക്ക് മൊത്തം നോക്കുമ്പോൾ ഇത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഒരാളെ ഇപ്പം ക്രിമിനൽ സ്വഭാവത്തിലേക്ക് വരുന്നത്, അത് ഒരു രീതിയിൽ ഒരാൾക്ക് കൊല്ലാൻ പിന്നെ എപ്പോഴും പറ്റും. അയാളുടെ ഒരു സ്റ്റൈലാണ്. കാരണം അത് മറ്റൊരാളുടെ ശൈലി അയാൾ കടമെടുക്കത്ത് പോലുമില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഉദാഹരണമായിട്ട് ബാർബർക്ക് അല്ല കസ്റ്റമർക്ക് കൊല്ലാൻ ആഗ്രഹം അയാൾക്കുണ്ടെങ്കിൽ അതൊക്കെ അപൂർവങ്ങളായ സംഭവങ്ങളാണ്. അപ്പോൾ ഈ ആഴ്സനിക്ക് എപ്പാസെടുന്ന മരുന്ന് കൊടുക്കാം. ഏറ്റവും വേണ്ടപ്പെട്ടവരെ കൊല്ലണമെങ്കിൽ, ബിലവഡ് വൺസിനെ കൊല്ലണമെങ്കിൽ ആ മരുന്ന് വേറെയാണ്. നെക്സോമിക്ക് പ്ലാറ്റിനം മരുന്ന് വേണ്ടി വരും. പിന്നെ ഒരു വാഹനം കാർ ഓടിച്ചിട്ട് ഒരാളെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വേറെ മരുന്ന്. സ്വന്തം കുഞ്ഞിനെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഈ പ്ലാറ്റിനം ഉൾപ്പെടെ കുറേ മരുന്നുകളുണ്ട്. പിന്നെ കുട്ടികൾ, പേരൻസാണ് കുട്ടികളെ കൊല്ലുന്നത്. പിന്നെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ അയാൾക്കൊരു ഇമ്പൾസ് വരികയാണ് അയാളെ കൊല്ലണമെന്ന്. അപ്പം ആര് എതിർത്താലും ആണിനോടാണെങ്കിലും പെണ്ണിനോടാണെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ മെർക്കുറിയിൽ നിന്ന് എടുക്കുന്ന മരുന്ന് കൊടുക്കാം. പിന്നെ മദ്യപിച്ച ശേഷമാണെങ്കിൽ അത് മരുന്ന് മാറുന്നുണ്ട്. അതിന് ഹെപ്പാസൾഫ്, പിന്നെ ഹയോസെമസ് ആണ് ഏറ്റവും കൂടുതൽ ഗുണമായിട്ട് വരിക. എല്ലാവരും കൊല്ലുക, അതും ഹയോസെമസ് തന്നെ പറയുന്നു. ഹി മേ ഗെറ്റ് ഡിസേർട്ട് ടു കിൽ. അപ്പോൾ ഷീ മേ ഗെറ്റ് ഡിസേർട്ട് ടു കിൽ. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, അയ്യോ എനിക്ക് വല്ലാതെ മനസ്സിലൊക്കെ ഒരു ഫീലിംഗ് വരുന്നു, ഞാൻ പലരെയും കൊല്ലാൻ താല്പര്യം എനിക്ക് ഉണ്ടാകുന്നുണ്ട്, എന്താ ചെയ്യുക എന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ സഡൻ ഇമ്പൾസ് ടു കിൽ, അതിന് പെട്ടെന്ന് മുമ്പും ഇപ്പൊന്നും നോക്കണമെന്നില്ല. ഭർത്താവിനോട് ദേഷ്യപ്പെട്ടായിരിക്കാം, അമ്മായിയമ്മയോട് ദേഷ്യപ്പെട്ടതായിരിക്കാം. ആ ഒരു മോമെന്റിൽ അവർ മറ്റൊരാളെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. ഇതുപോലെ കുറേ കാര്യങ്ങൾ താഴോട്ട് തന്നെ വായിക്കാനുണ്ടാവും. ഓക്കെ, സോറി, വീണ്ടും തന്നെ. പിന്നെ ഇതിൽ തമാശയായിട്ട് വരുന്നത് ഡിസയർ ടു ബി കിൽഡ്. അത് വളരെ വിചിത്ര ഒരു സ്വഭാവമാണ് ആളുകൾ കാണുന്നത്. അതിൽ ആഴ്സനിക്ക്, വയറ്റിലൊക്കെ ഈ മരുന്ന് അഡീഷണൽ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ അത്ര സ്വഭാവം ഉള്ളവരില്ലേ. പക്ഷെ ഇതൊക്കെ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കുടുംബത്തിലുണ്ടാകണം. പിന്നെ ഈ വേറൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ കോൺവെർസേഷൻ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ വീട്ടിലെ മറ്റൊരു മെമ്പർക്ക് ഒരു ആളെ അങ്ങനെ അവർ സംസാരം കേൾക്കാൻ ഇഷ്ടമല്ല, അവരേതോ തരത്തിൽ അവർ വെറുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയത്തിലും പ്രശ്നങ്ങളാണ്. സോറി. ഇത് നേരത്തെ തന്നെ പറഞ്ഞ് വേറൊരു പോലീസിൻ്റെ ഒരു കണക്കാണ്. ഇത് ഐറ്റം തിരിച്ചിരിക്കുക. മർഡർ 2016 305, 2017 സെയിം തന്നെയാണ്. പിന്നീട് അറ്റംപ്റ്റ് മർഡർ ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് 2018 672 ആൾക്കാരിലാണ്. പിന്നീട് റോബറി വന്നത് 2018 867 ആൾക്കാരിലാണ്. പിന്നെ ബൾഗറി, ഇത് അവരുടെ ഭാഷയിൽ രണ്ടും അല്പസ്വല്പം വ്യത്യാസമുണ്ട്. റോബറിയും ബൾഗറിയും തമ്മിലുള്ള ചെറിയ ഒരു സാഹചര്യം വെച്ചിട്ട് അത് മാറുന്നുണ്ട്. പക്ഷെ ആ ഒരു ക്രിമിനൽ സ്വഭാവം അതിലുണ്ടാകുന്നു. 2010
വലിയ വിചിത്രമായിട്ട് കാണുന്നത് റേപ്പ്. 2009 2076 ആണ് ഉണ്ടായത്. അതിങ്ങനെ താഴോട്ട് വരുമ്പോൾ 2016 554 ആയിട്ട് കുറഞ്ഞു. പിന്നീട് കുറച്ച് കുറഞ്ഞിട്ടാണ് ഇരിക്കുന്ന റേപ്പിൻ്റെ കേസിൽ. അത് കൂടിക്കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ചീറ്റിങ്ങിലാണ്. അത് 2020 ഏറ്റവും കൂടുതൽ. നമ്മുടെ കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട സാഹചര്യം കൊണ്ടാണെന്ന് അറിയില്ല. ഇത് നമ്മൾ ഈ ടേബിളിൽ നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ഹർട്ട് 2017 20,323 കണ്ടു. പിന്നെ സെക്ഷൽ ഹാരസ്മെൻറ്റ് 2018 കൂടുതലായിട്ട് കണ്ടത്, 461. തൊട്ട് പിന്നെ വന്നിരിക്കുന്നത് 455 2020. അപ്പോൾ ഇത് പിന്നെ പോലീസിൻ്റെ ക്രൈം റെക്കോർഡിലാണ് ഇത് കണ്ടത്, അതിന് എടുത്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ നടന്ന ഒരു റേപ്പ് കേസിൽ നോക്കിയപ്പോൾ അത് 4ാമത്തെ സ്ഥാനമാണ് നിൽക്കുന്നത് ഈ സ്ത്രീകളുടെ കേസിൽ ഉണ്ടായ കുറ്റകൃത്യങ്ങൾ. 2019 ഒരു ആനുവൽ റിപ്പോർട്ടിൽ കണ്ടത് 32,033 റേപ്പ് കേസ് ഉണ്ടായെന്നാണ് സൂചന ഇവിടെ കാണുന്നത്. അത് ആക്ച്വലായിട്ടുള്ള ഇവരുടെ റെക്കോർഡ് മാത്രമേ ഉള്ളൂ. റെക്കോർഡ് ചെയ്യാത്ത ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ പലരും സംഭവിക്കുന്നവരൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ചുരുക്കത്തിൽ 88 കേസാണ് ഒരു ദിവസം ഇന്ത്യയിൽ നടക്കുന്നത്. പിന്നെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ നിന്റെ ഭാവിയിൽ വിവാഹം കഴിച്ചോളാം എന്നുള്ള കരാറിനനുസരിച്ചിട്ട് അവർ റേപ്പ് ചെയ്താൽ അത് എൻ്റെ പീനൽ കോഡിനനുസരിച്ചിട്ട് അതിപ്പോൾ കുറ്റകൃത്യമാക്കിയിരിക്കുകയാണ്. പിന്നീട് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2019 കണക്കനുസരിച്ചിട്ട് രാജസ്ഥാനിലാണ് ദ ഹയസ്റ്റ് നമ്പർ റേപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു കണക്ക് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ നമ്മുടെ പോസ്കോ കേസ് കേരളത്തിൽ 2021 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ സംഭവം ഉണ്ടായിരിക്കുന്നത് പോസ്കോ കേസിൽ. അത് മാർച്ച് മാസമാണ്, അല്ല ജനുവരിയിലാണ് 39 കണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ 29, മാർച്ചിൽ 25, ഏപ്രിൽ 21, അങ്ങനെ മെയ്യിൽ 2001 മെയ്യിൽ ചുരുക്കത്തിൽ അങ്ങനെ കുറഞ്ഞാ കാണുന്നത്. അത് ഈ ചില മാസങ്ങളിൽ കൂടുന്നതിൻ്റെ എന്താണെന്നുള്ള കാര്യം അത് നമ്മൾക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. കാരണം നമ്മളൊരു കേസിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ആ മാസത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെയാണോ അതിൽ കോൺട്രിബ്യൂട്ടീവ് ഫാക്ടർ എന്ന് പരിശോധിക്കണം. പിന്നീട് വന്നിരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട്ടിൽ 23 ജനുവരിയിൽ കണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ 30, പിന്നീട് മാർച്ചിൽ അത് കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു, പിന്നെ ഇടയ്ക്കൊന്ന് കൂടി ജൂണിൽ 25. അപ്പം ചില മാസങ്ങളിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുന്നത്. ഒക്ടോബറിൽ 33, പിന്നീട് നവംബർ കുറഞ്ഞു കിട്ടുന്നു. മലപ്പുറത്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. ജനുവരിയിൽ 63 അവിടെ കണ്ടു. പിന്നീട് 38 ഫെബ്രുവരി, അത് മലപ്പുറത്താണ് അപ്പം കൂടി നിൽക്കുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റിനെ അപേക്ഷിച്ചിട്ട്. പിന്നീട് അത് മാർച്ചിൽ 32, പിന്നീട് 19 കുറഞ്ഞു, പിന്നെ 20, പിന്നീട് അത് കഴിഞ്ഞിട്ട് ജൂണിൽ വീണ്ടും കൂടി 36. അപ്പം ഇത് മലപ്പുറം ജില്ലയിലാണ്. പാലക്കാട് 2ാം സ്ഥാനം, 1ാം സ്ഥാനം മലപ്പുറം, പിന്നെ തിരുവനന്തപുരം 3ാം സ്ഥാനം. അങ്ങനെ പല കേസിലും അവിടെ നിൽക്കുന്നു. ഇനി അടുത്തിട്ട് പോയി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ന്യൂറോ സയൻസ്, ജലസിയുടെ കഥയാണല്ലോ. ഈ ജലസി എന്ന് പറയുമ്പോൾ അസൂയ ചികിത്സയില്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. ഒരു ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോൺ നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. അത് ഒരു ലവ് ഹോർമോണായിട്ട് അറിയപ്പെടാം. അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് ബിഹേവിയറിലെ ട്രസ്റ്റ്, ഒരു ഉത്തരവാദിത്വം, പിന്നെ ഒരു വിശ്വാസം, ഒരു എമ്പതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരാളുണ്ടെങ്കിൽ, ഒരു ആൺതുണ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വീട്ടിലെ ഒരു അമ്മ, അച്ഛൻ, കുടുംബ പാരമ്പര്യം ഉള്ള നല്ലൊരു സെറ്റപ്പിലുള്ള എമ്പതി. സിമ്പതി അല്ല, സിമ്പതി എന്ന് പറയുന്ന അതിനേക്കാളും ആക്ച്വലായിട്ട് വേണ്ടത് എമ്പതി. പിന്നെ ജനറോസിറ്റി, എമ്പതി, ട്രസ്റ്റ്, ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓക്സിറ്റോസിൻ ഹോർമോൺ വേണം.
പക്ഷെ അതേ ഹോർമോൺ തന്നെ വിപരീത അനുഭവങ്ങൾ ഉണ്ടാക്കും. അത് ഒരുപക്ഷെ അതിൻ്റെ ഏറ്റക്കുറച്ചിലോ അല്ലെങ്കിൽ മറ്റുള്ള ഹോർമോണിൻ്റെ എൻസൈമിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻവോൾവ്മെൻ്റ് അവരുടെ ഉണ്ടായതുകൊണ്ടാകാം. അപ്പോൾ അത് ജലസി ആയിട്ട് പിന്നെ ഗ്ലൂട്ടിങ്, അതായത് എല്ലാത്തിനും വലിയ താല്പര്യങ്ങൾ വേണം, ഞാനാണ് എൻ്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, എനിക്കാണ് അതിനുള്ള അവകാശം, സ്വല്പമൊക്കെ അധികാരിത ഞാൻ പ്രവർത്തിക്കുക, എല്ലാവരും അംഗീകരിച്ചോണം, എങ്ങനെയുള്ളൊരു മേൽക്കോയ്മയോടുകൂടി ആ ഒരു സാഹചര്യത്തിൽ കഴിയുന്നുണ്ട്. പിന്നെ ട്രസ്റ്റ് ആൻഡ് ബ്രീഡ്സ് ഒക്കെ ഇൻസെക്യൂരിറ്റി ആയിട്ട് മാറുമ്പോഴാണ് സംഗതി വിശ്വാസ വഞ്ചന ഒക്കെ ഉള്ളപ്പോഴാണ് ജലസി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ആ വ്യക്തി, ഓപ്പോസിറ്റ് വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തിയിൽ ആ കാരണങ്ങൾ അപ്പം സംഭവിക്കും. പിന്നെ എവല്യൂഷണറി സൈക്കോളജി പറയുന്നത് ജലസി ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്, ഒരു മോട്ടിവേഷൻ്റെ ഒരു ഗാർഡനിങ് ഒരു ഉത്തരവാദിത്വത്തോടുള്ള ഒരു സൂക്ഷിപ്പും മേൽ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് നല്ലതാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ അബ്നോർമൽ ജലസി എന്ന് അല്ലെങ്കിൽ പതോളജിക്കൽ ജലസി എന്ന് പറയുന്നത് സംഗതി കുറെ കൂടി ഗൗരവമുള്ളതാണ്. അത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഷിസോഫ്രീനിയയോ അവർക്കുള്ള അമിതമായ ഉത്കണ്ഠയോ എപ്പോഴും അവരിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലായിരിക്കും അവരിൽ അസൂയ ഉണ്ടാകുന്നത്. പിന്നെ ബ്രെയിൻ ആക്ടിവിറ്റീസിൻ്റെ കേസിൽ ഒരു സോഷ്യൽ പെയിൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളിൽ ബോണ്ടിങ് എന്ന് പറയാം. മോണോഗാമസ് സ്പീഷീസിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു തകരാറ് സംഭവിക്കാം. ഒരു ന്യൂറോളജിക്കൽ സ്പൈക്സ്, അത് ഒരു എന്താ പറയുന്നത്, ആണി അടിച്ച് ഉറപ്പിച്ച ഒരു സാഹചര്യം എന്ന് വേണ്ടി പറയാം. അത് ഉണ്ടാകുകയാണെങ്കിൽ കോഞ്ചുഗേറ്റ് കോർട്ടക്സിൽ അവിടെ ലാറ്ററസ് സെപ്റ്റത്തിൽ ബ്രെയിനിലെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ ഏരിയയിൽ വളരെ എന്താണ് ഉത്തരവാദിത്തത്തോടുകൂടി അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോടുകൂടി ആ സമയത്ത് ചില കെമിക്കലുകളും വരുന്നത് കൊണ്ട് സപ്പോർട്ടോടുകൂടി ആ ഏരിയയിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് പ്രവർത്തന വൈകല്യം തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ സോഷ്യൽ പെയിനും ബോണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക മേഖലയിൽ കൂടിയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു വിഭാഗം, അതായത് സബ് ഡിവിഷൻസ് പറയുന്നു, ഒതല്ലോ സിൻഡ്രോം എന്നും അല്ലെങ്കിൽ ഡെലൂഷണൽ ജലസി എന്ന് പറയുന്നത് അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. അവിടെ പ്രത്യേകിച്ച് കാണുന്നത് ഈ വ്യക്തികളിൽ ആരെങ്കിലും ഒരു പ്രശ്നക്കാരാണെങ്കിൽ അവരുടെ ഒരു ബന്ധുക്കൾ അവർ മിക്കവാറും അവരുമായിട്ട്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവിനും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടും കടപ്പെട്ടതായിരിക്കണമല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഫെയ്ത്തിന് പരാജയം വന്നതായിട്ട് അവർ ശരിക്കത് ആരോപിക്കുക. പക്ഷേ ആക്ച്വലായിട്ട് അവർക്കൊരു റിയൽ പ്രൂഫ് കാണിക്കാൻ പറ്റില്ല. അവരുടെ മനസ്സിൽ അഫയമായിട്ട് തോന്നുകയാണ്. അതാണ് ഒതല്ലോ സിൻഡ്രോം എന്ന് വരെ പറയാം. അത് ഒരു സാഹചര്യത്തിൽ നല്ലതല്ല. ഒരു സ്നേഹത്തിൻ്റെ ഒരു ബോണ്ടിങ്ങിൻ്റെ നല്ല വശമല്ല എന്നാണ് പറയുന്നത്. പിന്നീട് ഉണ്ടാകുന്ന സ്റ്റെമ്മിങ് ഫ്രം ബോത്ത് ഡിസയർ ആൻഡ് ഇൻസെക്യൂരിറ്റി. ഈ എപ്പോഴും എല്ലാ ആളുകളും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ ഒരു ഓവർ പൊസസീവ്നെസ് കാണിക്കാം. അത് അവരിലുള്ള സാഹചര്യമാണെന്ന് വിലയിരുത്താത്ത ഒരു പുരുഷൻ സ്വാഭാവികമായിട്ട് അയാൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും ഈ ജലസിയുള്ള സാഹചര്യത്തിൽ. അതാണ് പറയുന്നത്, അവിടെ എപ്പോഴും തന്നെ ഇൻസെക്യൂരിറ്റി, ഒരു പോരായ്മ, പരാതി ഉണ്ടായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഫ്രണ്ടൽ കോർട്ടക്സിൽ അവിടെയാണ് ശരിക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത്. അവിടെ എന്തെങ്കിലും രോഗം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം കൊണ്ടോ എന്തെങ്കിലും രോഗം ഉണ്ടാക്കുന്ന ചില കെമിക്കലോ പിന്നെ ഹെവി മെറ്റൽസോ കൊണ്ടോ കുഴപ്പങ്ങളാണ് ഉണ്ടാകും. പിന്നെ അപകടങ്ങൾ കൊണ്ട് അവിടെയൊക്കെ പ്രത്യേകിച്ച് അവിടെ ഈ ലെഫ്റ്റ് ഫ്രണ്ടൽ കോർട്ടക്സിൽ തകരാറ് വന്നു കഴിഞ്ഞാലും അവരിൽ ഒരു തരം ജലസി ആയിട്ട് നമുക്ക് അനുഭവം ഉണ്ടാകേണ്ടതായിട്ട് വരും. പിന്നെ ഇത് സാധാരണ ഇതിൽ ഒരു അഗ്രഷനും വേരിയസ് ആക്ഷൻസുമാണ്. അത് ഒരു ജലസി ഉള്ള ഒരാൾക്ക് ആദ്യം ഒന്നും പറയും, ഒന്ന് ദേഷ്യപ്പെടും, അത് കഴിഞ്ഞാൽ പിന്നെ വയലൻ്റ് ആയിട്ടുള്ള ദേഷ്യത്തിലേക്ക് വരും. അത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആക്ഷനിലേക്കാണ് പോവുക. ആക്ഷൻ എന്ന് പറയുന്നത് അവരെ തല്ലുക അല്ലെങ്കിൽ പിന്നെ കൊല്ലുക, ഇങ്ങനെ കാര്യത്തിലേക്കാണ് വീണ്ടും പോകുന്നത് ജലസി. അപ്പോൾ അതിനുള്ളൊരു മരുന്നുകൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. ഏതാണ്ട് 45-ലേറെ മരുന്ന് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചെടുക്കാൻ തന്നെ എപ്പിസ് ഏതിലൊരു പ്രശ്നം നമുക്കറിയാമല്ലോ, തേനീച്ച വിഷത്തിൽ നിന്ന് തയ്യാറാക്കുന്ന മരുന്നാണ്. തേനീച്ച അതിൽ ഒരു അവിടെ കൂട്ടിൽ അല്ലെങ്കിൽ ഒരു ലഹള ഉണ്ടായിക്കഴിഞ്ഞാൽ റാണി ഈച്ച പതുക്കെ കൂട്ടുപിരിയും, അങ്ങനെയൊക്കെ ഒരു കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അസൂയോടുകൂടിയാണ്
അവിടുത്തെ പൊറുതി നടക്കുന്നത്. പിന്നെ സാധാരണ ഇതിലുള്ള മരുന്നുകളൊക്കെ ഇത് ആരോഗ്യവാന്മാരിൽ പരീക്ഷിക്കുമ്പോഴാണ് അവരിൽ ഇതുണ്ടാകുന്നത്. എപ്പിസ് അങ്ങനെ കാൽക്കരിയ കാർബ്, കാൽക്കരിയ പോസ്, കാൽക്കരിയ സൾഫ്, കാഴ്സിനോസിന്, അങ്ങനെ കൊക്കൈനും കൂടി ഇതിനകത്തുണ്ട്. കൊക്കൈനൊക്കെ ഒറിജിനൽ കൊക്കൈനല്ല, മാർക്കറ്റിൽ കിട്ടുന്നതല്ല, അത് ഹോമിയോപ്പതി നിയമം അനുസരിച്ചിട്ട് തയ്യാറാക്കും. പിന്നെ ഹയോസിയാമസ് എന്നൊരു മരുന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാക്ടസസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നെക്സോമിക്ക, പൾസാറ്റില, സ്റ്റാഫിസേഗരിയ, സ്ട്രമോണിയം, ഇങ്ങനെ ഓരോന്നും വരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഡിവിഷനാണ് പറയുന്നത്. സോറി, അപ്പം അക്യൂസസ് ഹസ്ബൻഡ്, അപ്പോൾ ഭാര്യയാണ് അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മ, അങ്ങനെ അവരുടെ ആൾക്കാരെ ആയിരിക്കും ഭർത്താവിനോട് പറയുകയാണ്, അവരെ അക്യൂസ് ചെയ്യുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നു. പിന്നെ ആരെയോ നിഗ്ലക്റ്റ് ചെയ്തതായിട്ട്. അപ്പോൾ ഭാര്യ പറയുന്നത് വൈഫ് ഓഫ് ബീയിങ് ഫെയ്ത്ത്ലെസ്, ഭാര്യയുടെ കുറ്റം പറയുക. ചുരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറഞ്ഞ് ഭക്ഷണത്തിലേക്കാണ് എത്തുന്നത്. അസൂയ കുട്ടികളുടെ ഇടയിൽ അസൂയകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ, ചെറിയ കുട്ടികളുടെ പേരുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരാളുടെ സന്തോഷം മറ്റേ കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടായിരിക്കണം പുരുഷന് പിന്നെ അവർക്ക് ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ പറ്റുന്നില്ല, അവരുടെ ഫിസിയോളജിക്കൽ നീഡ്സ് മാറ്റാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അവിടെ തലപൊക്കുന്നത് അസൂയ തന്നെ, വേറെ സംശയമൊന്നുമില്ല. പിന്നെ വളരെ വളരെ തീക്ഷ്ണമായ അസൂയകൾ, ഇറസിസിബിൾ. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത് മണ്ടത്തരമാണ്, ഇത് ചെയ്ത് ശരിയല്ല, എന്നാലും അവർക്ക് കഴിക്കും. അതിനെ ലാക്ടസസ് നിൽക്കുന്ന ഒരു മരം നൽകുന്നു. പിന്നെ ഡ്രൈവിംഗ് ടു കിൽ, ദേഷ്യം പടച്ച് നിൽക്കുക. അതോടൊപ്പം തന്നെ ഭയങ്കര മദ്യപാനവും ഉള്ള ആൾക്കാരിൽ പ്രത്യേകിച്ച് കൂടത്തേ ഉള്ളൂ. ഇവിടെ ഭയങ്കര സംസാരവും, പിന്നെ എന്തെങ്കിലും ഒരു നിരാശ അവരുടെ ലൈഫിലുണ്ടായി, അവരുടെ പിന്നെ നേരത്തെയുള്ള ലൈഫിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ലവ് ഉണ്ടെങ്കിൽ ഇതെല്ലാം അവർ പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഹസ്ബൻഡ് പിന്നെ ഭാര്യ പിന്നെ നിഗ്ലക്റ്റ് ചെയ്യുന്നു, ഭാര്യ ഭർത്താവിനെ നിഗ്ലക്റ്റ് ചെയ്യുന്നു, കുടുംബത്തിൽ അവർക്ക് വേണ്ടത്ര, പ്രത്യേകിച്ച് നമ്മുടെ നവവധുക്കൾക്കൊക്കെ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ആരാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ആരാണ് പഠിക്കേണ്ടത്? എല്ലാവരും പഠിക്കണം. ഇനി വേറെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, ഈ ഫ്ലാറ്റേഡ്. അപ്പോൾ മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, പുകഴ്ത്തുക. അവരെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. ഇപ്പം ഒരു ഒരു പിന്നെ രാജ്യത്ത് നിന്ന്, അന്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വല്യമ്മ, അവിടെയുള്ള മെമ്പർമാർ അല്ലെങ്കിൽ പുരുഷനോ എല്ലാവരുടെയും ഒരു സ്വഭാവ രീതിയാണ് എല്ലാവരും അവരെ എന്ന് പുകഴ്ത്തിക്കൊണ്ടാണ്. പക്ഷെ ആ കുട്ടിക്ക് അത് പറ്റില്ല, അവിടെ പ്രശ്നങ്ങളായി. അപ്പോൾ അബേർഷൻ ഇഷ്ടമല്ല. പിന്നെ മറ്റവർക്ക് താല്പര്യം, ഒരാൾ വെറുക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ആഗ്രഹമായിരിക്കും, വലിയ കോൺഫ്ലിക്റ്റാണ് ഉണ്ടാകുന്നത്. പിന്നെ പുകഴ്ത്തി കൊടുക്കുന്നു കഴിഞ്ഞാൽ എവരിതിങ് വെൽ ഫ്ലാറ്റേഡ്, അങ്ങോട്ട് കയ്യിൽ നിന്ന് കൊടുത്തേക്കുക. സ്വർണ്ണം ആരെങ്കിലും, അതായാലും വലിയവരുടെ വീട്ടിലിരിക്കുന്നാലും ഇനി ഈ കല്യാണത്തെ കൊണ്ടുവന്ന സ്വർണ്ണമാണെങ്കിലും അവരാരെങ്കിലും ഒന്ന് പുകഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത് കൊടുത്തേക്കുക. എവരിതിങ് വെൽ ഫ്ലാറ്റേഡ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫ്ലാറ്ററിങ് ഡിസയർ, എപ്പോഴും ആഗ്രഹമാണ് അവർക്ക്. അപ്പോൾ ഈ മരുന്നുകളുടെ പേരൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി വേറൊരു ക്വാളിറ്റി ഉണ്ട്, സെഡ്യൂസിങ് ബിഹേവിയർ ഇൻ ചിൽഡ്രൻ. ഇത് അപകടം പിടിച്ചൊരു സാഹചര്യമാണ്, ഒരു സ്വഭാവമാണ്. അവരറിയുന്നില്ല അവരെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ അമ്മ അറിയുന്നില്ല, അച്ഛൻ അറിയുന്നില്ല, സഹോദരങ്ങൾ അറിയുന്നില്ല ഈ കുഴപ്പങ്ങൾ. അവരുടെ മനസ്സ്, അവരുടെ ഉള്ളിലുള്ളൊരു സ്വഭാവമാണ് മറ്റുള്ളവരെ വശീകരിക്കുക. പിന്നെ ആണായാലും പെണ്ണായാലും ഇതേ സ്വഭാവം തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയുള്ള മരുന്നുകൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഒരാൾക്ക് വേണ്ട മരുന്ന് കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വഭാവം മാറുകയും ചെയ്യും. ശാന്തതയും സമാധാനവും. ഇനിയിപ്പോൾ സ്വന്തം വീട്ടിൽ വളർന്ന വീട്ടിൽ മാത്രം പോരല്ലോ, അടുത്ത വീട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? ഇത് മാറിയിട്ടില്ലെങ്കിൽ, ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്? ഇവരിതന്നെ സ്വഭാവത്തിലൂടെ വളർന്നു വരും. അപ്പോൾ പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നീട് ഇതൊക്കെ സ്വഭാവങ്ങളാണ് വരുന്നത്. ഫോർസേക്കൺ ഫീലിംഗ്, അതായത് തഴയപ്പെട്ടു.
ഐസൊലേറ്റ് ചെയ്തു. എന്നോട് താല്പര്യമില്ല. അമ്മായിയമ്മ മൂത്ത ആങ്ങളയുടെ ഭാര്യയുടെ അവന് വലിയ ഇഷ്ടം. ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഇത് നിരന്തരം ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ടി വിയിൽ കാണുന്നതാണ്, പത്രത്തിൽ കാണുന്നത്, വായിക്കുന്നതാണ്. ഇതൊക്കെ നടക്കുക. ഇതൊന്നും പ്രശ്ന പരിഹാരത്തിന് കാര്യമല്ല. ലൈഫ് ടൈം ക്യൂറാണ് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വളരെ താല്പര്യം എടുത്ത് ഗവേഷണ താല്പര്യം എടുക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ വൈകല്യങ്ങൾ, വെറുപ്പുകളുണ്ട്, താല്പര്യങ്ങളുണ്ട്, ഇഷ്ടക്കേടുണ്ട്, കൂടുതൽ ഇഷ്ടങ്ങളുണ്ട്. അതുപോലെ ഒരു കാര്യത്തിൽ അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ആരും ഇടപെടരുത്. അതൊക്കെയാണ് ഇൻ്റർഫിയർ. പിന്നെ കുട്ടികൾ വേണ്ട. എന്തുകൊണ്ടാണ്? കുട്ടികൾ അത് പ്രശ്നമാണ്. അവർക്കത് കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ വേറെ ചില ഗ്രൂപ്പിന് കുട്ടികളോട് വലിയ ഇഷ്ടം കാണിക്കുന്നു. പിന്നെ സ്വന്തം അമ്മയ്ക്ക് തന്നെ പെൺമക്കളോട് ഒട്ടും ഇഷ്ടമല്ല. അവരെ നശിപ്പിക്കാനുള്ള താല്പര്യമാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ആ ഒരു വ്യക്തിത്വത്തെ ഞാൻ ചോദ്യം ചെയ്യല്ല, ഞാൻ കുറ്റം പറയുകയല്ല. പക്ഷെ അതങ്ങനെ ആയി പോവുകയാണ്. അതിനു വേണ്ടിയാണ് സമൂഹം ഒന്നടങ്ക ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള ചില പിന്നെ അമ്മമാരെയും കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിൽ യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി മരുന്നിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഇവിടെ എടുത്തു പറയേണ്ടത്. സാറേ ഒരു സെക്കൻഡ്. സാറ് വളരെ നല്ല രീതിയിൽ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ഒരു 12 മിനിറ്റ് കൂടിയാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ് അടുത്തൊരു ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യണോ, അതോ നമുക്ക് ഇതിൻ്റെ ഈ ഇൻട്രാക്റ്റീവ് സെഷൻ പിന്നെ ഒരു ദിവസം വെക്കണോ, അതോ സാറിന് ഇപ്പം തന്നെ നമുക്കത് എങ്ങനെ വേണമെന്നുള്ളത് സാറിനൊന്ന് പറയുകയാണെങ്കിൽ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നിർത്തിയിട്ട് ഇനി അതിൻ്റെ സീരിയലായിട്ട് അടുത്ത പരിപാടി നമുക്ക് സ്പേസ് കിട്ടുമ്പോൾ ഒക്കെ നമുക്കത് ചെയ്യാം. ഇതിപ്പോ വേണമെങ്കിൽ എൻ്റെ അടുത്ത് 10-40 സ്ലൈഡ് ഉണ്ടാക്കാനുണ്ടാവും. ഇത് കണ്ടപ്പോ തോന്നി അത് കുറച്ച് ബോധവൽക്കരിക്കാനാണ്. ഒരു 5 മിനിറ്റ് എടുത്ത് തീരുമല്ലോ. അപ്പത്തേക്ക് കറക്റ്റ് ടൈം തീർക്കില്ലേ? അപ്പൊ ശരി. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് അല്ല 12 മിനിറ്റ് ഉണ്ട്. ഇന്ററാക്ഷൻ ഒരു 5 മിനിറ്റ് എങ്കിലും വേണ്ടേ? അത്യാവശ്യമുള്ളത് എന്തെങ്കിലും അത്യാവശ്യമുള്ള സാറിന്റെ യുക്തിക്ക് നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ കണ്ടില്ലേ, ഓരോ വ്യക്തിത്വങ്ങൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങളും അവരുടെ നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കുകയും മാത്രമേ ഒരു സമൂഹത്തിൽ അവർക്ക് ഒരു നിലനിൽപ്പുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ തന്നെ ഹോമോസെക്ഷുവാലിറ്റിക്ക് മരുന്നില്ലാത്ത സാഹചര്യത്തിൽ അവരെ നിരന്തരം കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. പിന്നെ ഏതെങ്കിലും നിയമമുള്ള സ്ഥലത്ത് പോയി രക്ഷപ്പെടുന്നു. ഈ ചികിത്സ ഹോമിയോസെക്ഷുവാലിറ്റിക്ക് പുരുഷനിലും സ്ത്രീക്കും അതിലെ കുട്ടികളിലും ഉണ്ടാകുന്ന കറക്റ്റായിട്ട് മരുന്നുകളാണ് ലിസ്റ്റിലുള്ളത്. പിന്നെ വെറുപ്പ്, ചില ആൾക്കാരെ കണ്ടുവിടാം, ചിലരെ മാത്രമേ ഇഷ്ടപ്പെടുത്തുള്ളൂ. പിന്നെ സ്വന്തം ഭർത്താവിന് ഭാര്യ ഇഷ്ടമല്ല. ചുരുക്കത്തിൽ പൂരം തന്നെ. ഇതിപ്പോൾ ഓരോ തന്നെ അങ്ങ് പെട്ടെന്ന് നോക്കാം. ഇത് മദ്യം തന്നെയാണ്. ബ്രാൻഡി, വിസ്കി, റമ്മ്, ബിയർ, ഇത് കഴിക്കാനൊക്കെ പ്രത്യേകം മരുന്നുകളാണുള്ളത്. പക്ഷേ മറ്റുള്ള ഇതിൽ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി അങ്ങനെ പിന്നീട് ഈ കുറ്റം പറയുക, പ്രാകുക, ശപിക്കുക, ബ്ലാസ്ഫമി. പിന്നെ രക്തം കണ്ടാലിഞ്ഞാൽ മയങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മായിയമ്മ വിചാരിക്കും ഇവർക്ക് എന്താണ്, ഇവർക്ക് ഒരു ബോധമില്ല, ഇങ്ങനെയാണ് വരുന്നത്, ഇതിനെ കൊണ്ട് കളയടാ എന്നൊക്കെ ഇന്ന് പറയുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. സ്പിരിച്വാലിറ്റി, ചുരുക്കത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണിത് കേഴ്സ് ചെയ്യുക. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഒരു പാരമ്പര്യ സ്വഭാവമാണെങ്കിൽ, പക്ഷെ അവരുടെ വൈകല്യമാണ് ക്രൂരത. ഈ കൊക്കറ്റിഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, കള്ളം പറയുക. പിന്നെ അവർ ആഗ്രഹിക്കുന്നതാണ്. അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും സ്വാതന്ത്ര്യം വേണം. മറ്റുള്ളവരെ ആകർഷിച്ച് നടക്കണം. അപ്പോഴത്തേക്കാണല്ലോ കുഴപ്പങ്ങൾ നടക്കുന്നത്. അങ്ങനെയുള്ള വൈകല്യമുള്ളവരെയൊക്കെ പല രീതിയിൽ നമ്മളിത് പിടിച്ചിരിക്കണം. ഇപ്പം കൊക്കറ്റിഷൻ്റെ മലയാളം ഇരിക്കുന്നില്ലേ, കാമവിലാസ ചേഷ്ടകൾ. അത് ഇവരിൽ മാത്രമല്ല, സ്ത്രീകളിലുണ്ടല്ലോ, പുരുഷന്മാരിൽ മാത്രമല്ലോ. ഇനി ഹോമിയോപ്പതി വെറുക്കുന്നത്, അവകാശം ഫോർ ഹോമിയോപ്പതി, റിഫ്യൂസിങ് ഹോമിയോപ്പതി മെഡിസിൻ, കോസ്റ്റിക് ഹെപ്പ, ലൈക്കോപോഡിയം, നൈട്രിക് ആസിഡ്, നെക്സമിക്ക, സെപ്പിയ, ഹോം സിക്നസ്. ഇവിടെ ഹോമോസെക്ഷാലിറ്റി. പിന്നെ പീഡോഫീലിയയ്ക്ക് നമുക്ക് വേറെ നല്ല രീതിയിലുള്ള മരുന്നുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ കുട്ടികളെയൊക്കെ ശകാരിക്കുന്നത് കോളേജിലും സ്കൂളിലൊക്കെ കോമ്പറ്റീഷനിൽ മാർക്ക് കിട്ടുന്നില്ല, അതൊക്കെ അവിടെ വൈകല്യങ്ങളാണ്. എഴുതാനും വായിക്കാനും പറയാനും സംസാരിക്കാനും അവർക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഇത് ഞാൻ ഒരു മണിക്കൂർ എടുത്താലും തീരാത്ത രീതിയിലാണ് തയ്യാറാക്കിയത്. പക്ഷേ അത് ഓടിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇത് ചെറിയ ഒരു തുടക്കമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ വയ്ക്കാം. ഇത് ശ്രദ്ധിച്ച എന്തായാലും എല്ലാവരോടും സംഘാടകരോടും നന്ദി. സാറിൻ്റെ വളരെ നല്ലൊരു സെഷൻ, വളരെ ക്ഷമയോടുകൂടെ സാർ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു. പിന്നെ അതിലേറ്റവും കൂടുതൽ ഹോമിയോപ്പതി മെഡിസിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്, അത് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാർ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ളവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാം. പിന്നെ സാറിൻ്റെ ബാക്കി സ്ലൈഡുകൾക്കായി നമുക്ക് വേറൊരു ദിവസം ഫിക്സ് ചെയ്യാം പിന്നീട്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ശ്രീധരക്കുറുപ്പ് സാറ് കൈ പൊക്കിയിട്ടുണ്ട്. സാറിന് അൺമ്യൂട്ട് ചെയ്യാം. സാറിൻ്റെ ക്ലാസ്, ലത്തീഫ് സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. എക്സ്ട്രീംലി ഗുഡ്. ഇനിയും പലതും വരാനുണ്ട്. അതുപോലെ ഞാനും കൂടുതൽ മേഖലകളിൽ കണ്ടിരിക്കുന്നത് പിന്നെ ഡിപ്രഷനും സൂയിസൈഡിനും വളരെയധികം ഓരോ സൈസിലുള്ള ഡിപ്രഷനും ഓരോ സൈസിലുള്ള സൂയിസൈഡ്, അതായത് കാറ് കാണുമ്പോഴേ നമുക്കറിയാം വെള്ളത്തിൽ ചാടുക, അതിൻ്റെ കറണ്ട് അടിപ്പിക്കുക, കാറിൻ്റെ മുമ്പിൽ ചാടുക, ഇതിലെല്ലാം വേറെ വേറെ മരുന്നുകളാണ്. ഇതൊന്നും അനന്ത സാധ്യതകളാണ് ഹോമിയോപ്പതിയിലുള്ളത്. അത് ലത്തീഫ് സാർ ഈ പറഞ്ഞ മാതിരി എല്ലാ തരത്തിലും നമുക്ക് സമൂഹത്തെ മൊത്തം ഇന്ന് കാണുന്ന ഈ അസമാധാനത്തിനും ക്രൈമിനും എല്ലാം ഒരറുതി വരുത്തുവാൻ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് തീർച്ചയായിട്ടും കഴിയുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ എല്ലാ ഡോക്ടർമാർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. വേറെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കും. ശ്രീധരക്കുറുപ്പ് സാറിൻ്റെ അഭിനന്ദന പ്രസംഗത്തിന് ശേഷം നമുക്കിനി എബ്രഹാം വൈദ്യർ ഡോക്ടറെ ഒന്ന് വിളിക്കാം. പ്ലീസ് കം ഡോക്ടർ. ഗ്രീറ്റിംഗ്സ് ടു ഓൾ. ഇത്രയും ബഹുമാനപ്പെട്ട ലത്തീഫ് സാറിന്റെ ക്ലാസ് ആദ്യം മുതൽ കേൾക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കേട്ടു തുടങ്ങിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ഞാൻ വളരെ ബഹുമാനപൂർവ്വം തന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ. അടിസ്ഥാന സ്വഭാവങ്ങൾ മാറുമോ? കുട്ടികളിൽ ഒരു 10-12 വയസ്സിന് മുമ്പ് ഒക്കെ ഒരു സാധ്യത ഉണ്ട്, പല സ്വഭാവങ്ങളും മാറാനുള്ള സാധ്യതയുണ്ടെന്നല്ലാതെ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ ഒരിക്കലും മാറത്തില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു മെഡിസിൻ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നില്ലാതെ ഇന്നിന്ന സ്വഭാവമുള്ളവർക്ക് ഒക്കെ അയാളുടെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി ഒരു മെഡിസിൻ സെലക്ട് ചെയ്യാൻ ഇത് ആകും എന്നല്ലാതെ ആ ക്രിമിനൽ ടെൻഡൻസിയൊക്കെ മാറുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സാറിന്റെ അഭിപ്രായം അതിനെപ്പറ്റി ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ ഇടയ്ക്ക് എനിക്ക് വേറെ ഒരു സംശയം തോന്നിയത്, ഈ ജലസിയെ പറ്റി പറഞ്ഞപ്പോൾ മനുഷ്യർക്കുള്ളതിനെക്കാട്ട് ഭയങ്കരമായിട്ടുള്ള ജലസി ചില ജീവികൾക്കുണ്ട്. ഉദാഹരണം, കുക്കു എന്നൊരു ജീവി, നമ്മുടെ കുയിലാണെന്ന് തോന്നുന്നു. പക്ഷെ അത് കുയില് കാക്കയുടെ കൂടി മുട്ടയിടുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കുക്കു ഇതിക്കട യൂട്യൂബിൽ അടിച്ചൊക്കെ കാണാം. കുക്കു അത് മുട്ടയിടുന്നത് അതിനെക്കാട്ട് ചെറിയൊരു കിളിയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. അപ്പൊ 3 മുട്ട ആ കൂട്ടിൽ കിടക്കുമ്പോൾ ഒന്ന് കുക്കുവിന്റെ മുട്ടയാണ്. ആദ്യം വിരിയുന്നത് കുക്കുവിന്റെ മുട്ടയാണ്. അത് വിരിഞ്ഞാല് അത് ഉടൻ തന്നെ അതിന്റെ ജലസി ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഈ 2 മുട്ടയും അപകടകാരിയാണെന്ന് കണ്ടുകൊണ്ട് ഈ 2 മുട്ട വളരെ ഈ തൂവല് പോലും കിളിക്കുന്നതിന് മുമ്പ് ഈ മുട്ട വളരെ പാടുപെട്ട് തള്ളി 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 കൂടിന് പുറത്ത് കളഞ്ഞ് പൊട്ടിച്ച് കളയുന്നു. അപ്പൊ അത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സംഗതിയല്ലേ. അപ്പൊ കുയിലിന് കുറച്ച് നാളെ ഈ കുക്കുവിന് കുറച്ച് നാളെ അയോസിയാമസോ എന്തെങ്കിലും കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ, ജലസിയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇനി ഭാവിയിൽ അത് ഇല്ലാതാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടിയുള്ളത്. അപ്പോൾ അടിസ്ഥാന സ്വഭാവങ്ങൾ ഇതുകൊണ്ട് മാറും എന്ന് എനിക്ക് അഭിപ്രായം തോന്നുന്നില്ല. വിദഗ്ധ ഇപ്പൊ സാറിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. നന്ദി. നമുക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒരു നിരീക്ഷണം നടത്താൻ വേണ്ടിയുള്ള കേസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സ്കൂളിൽ ഇങ്ങനെ അധ്യാപകർ പറഞ്ഞു വിട്ട കേസ്, അത് ഗുണം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അത് ഇങ്ങോട്ട് വരില്ല. രണ്ടാമത് വരുമ്പോൾ നാണക്കേട് തന്നെ. അങ്ങനെ 2 സംഭവം. നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ കറക്റ്റായിട്ട് ഇതിൽ ഇടപെടണം.
അത് വിദ്യാഭ്യാസ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കുന്ന വിഭാഗങ്ങൾക്ക് നമുക്ക് കത്ത് ശരിക്കും എഴുതി കൊടുക്കുക. അതായത് ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ച് ടൈം എടുക്കും. അതായത് ജനറ്റിക് ആയിട്ടുള്ള തകരാറുകൾ, അതുകൂടാതെ തന്നെ ഒരു ഡീവിയേഷനിലേക്ക് വന്ന് പിന്നെ എപ്പിജനറ്റിക് ആയിട്ടുള്ള ചില തകരാറുകൾ, അതാണ് വളരെ വേഗത്തിൽ തന്നെ ക്ലിയർ വരുന്നത്. പിന്നെ വളരെ ഡീപ്പ് ആക്ടിങ് ആയിട്ടുള്ള ഹൈപ്പോട്ടൻസി മരുന്ന് വളരെ ശ്രദ്ധാപൂർവ്വം കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ആൽക്കപ്റ്റനൂറിയ രോഗം പരിപൂർണമായിട്ട് മാറി ഇപ്പം മൂത്രം നല്ല സാധാരണ മനുഷ്യന് മൂത്രം ഒഴിക്കുന്നത് പോലെ വെച്ച് അടക്കുന്നത്, അത് പൂർണ്ണമായിട്ട് മാറ്റാൻ വയ്ക്കും. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പം അതിന് 19 വർഷമായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ക്യൂർ എന്ന് പറയാമല്ലോ. നമ്മൾ ശ്രമിക്കണം. ഇതുപോലെ എക്സ്റ്റൻസീവായിട്ട് പ്രോജക്റ്റ് പർപ്പസ് കൊടുക്കാം. പിന്നെ ഈ കിളിയുടെ കഥ പറഞ്ഞത് മനുഷ്യൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ നിരന്തരമായ രീതിയിൽ അതിനുള്ള ബേസിക് പിന്നെ കെമിക്കൽ എന്തുകൊണ്ട് മറ്റേ നേരത്തെയുള്ള കേസിൽ പിന്നെ യൂറിൻ അങ്ങനെ വരാൻ കാരണം അസിറ്റിക് ആസിഡ് നേരിട്ട് തന്നെ വീണ്ടും മെറ്റബോളൈസ് ചെയ്യാതെ പിന്നെ മൂത്രത്തിലൂടെ വരുമ്പോൾ ഓക്സിജനുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് കറുത്തു പോകുന്നത്. അത് പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അതുമാതിരി ഇതൊക്കെ വൈകല്യങ്ങളൊക്കെ ജനിത രോഗങ്ങളായിട്ട് കണക്കാക്കിയിട്ട് കറക്റ്റ് ശ്രദ്ധാപൂർവ്വം മരുന്ന് ഇൻട്രപ്ഷൻ നൽകുക വെച്ചാൽ ഇടയ്ക്കിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു കൊടുക്കാൻ ഒരു ഉത്തേജനമൊക്കെ വരും. അതില്ലാതെ ഇത് നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരു 90% നമുക്ക് സാധിക്കാന്നുള്ള ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ ഡോക്ടറെ, താങ്ക് യു. സാറ് വളരെ നല്ലൊരു മറുപടിയാണ് നൽകിയത്. നമ്മൾ നേരത്തെ ഒരു പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, അല്ലെ അനുഭൂതി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ടെമ്പർമെന്റ് ക്യാൻ ബി മോഡിഫൈഡ്, ഇറ്റ് കനോട്ട് ബി. അതാണ് ഇതിന്റെ ഉത്തരവെന്നാണ് എനിക്ക് തോന്നുന്നത്. ടെമ്പർമെന്റ് നമുക്ക് സ്വാഭാവികമായിട്ട് മോഡിഫൈ ചെയ്യാം, പക്ഷെ പൂർണ്ണമായിട്ട് മാറണമെന്ന് നിർബന്ധമില്ല. സാറിന്റെ അഭിപ്രായം അത് തന്നെയല്ലേ? നമ്മൾക്ക് അത് വിവാരിയേറ്റ് ചെയ്യണം. ഈ പല പുസ്തകത്തിലും ഞാനും വായിച്ചിട്ടുണ്ട്. ടെമ്പർമെന്റിന് മാത്രമേ ഒന്ന് സോപ്പിട്ട് നാക്കാൻ പറ്റുള്ളൂ. അത്ര ഡീപ്പായിട്ട് ഒരു കേസ് ഒരു 10 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 5 മുതൽ 10 വർഷത്തേക്കോ നമുക്ക് ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് അവതരിപ്പിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റിയുടെ ആൾക്കാരും അല്ലെങ്കിൽ ലാബറട്ടറി സംവിധാനം നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ എന്ത് വിവരങ്ങളും നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ലാബറട്ടറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അസിറ്റിക് ആസിഡ് പരിശോധിച്ച് കിട്ടാൻ എളുപ്പമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു രോഗിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിനെ സാമ്പത്തികം ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഞാൻ 14 ഹെവി മെറ്റൽസാണ് സ്റ്റഡി ചെയ്തത്, ചോദിച്ചിട്ടേ ചെയ്തത്. വേറൊരാൾക്കാണെങ്കിൽ 5 ചെയ്തു. അതിൽ മിക്ക ആൾക്കാരിലും അലൂമിനിയാണ് കൂടി കണ്ടത്. വേറെ 2 ആൾക്ക് തന്നെ പിന്നെ മാംഗനീസ് കണ്ടു. ഇത് എവിടെ നിന്നൊക്കെ ഇത് കയറി വരുന്നത്? അപ്പം ഇത് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേ പോകണം. ഇത് നമുക്ക് പണം പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ആദ്യകാലത്ത് കുറച്ച് പൈസ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കൂട്ടായ്മയോടുകൂടി ഒരു AS ഒരു പിന്നെ ലാബ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്തൊരു പ്രോഗ്രാം ചെയ്തു തരാം. മറ്റുള്ള സ്പെഷ്യാലിറ്റി വിഭാഗത്തെക്കാളിലും വളരെ സുരക്ഷിതമായ രീതിയിൽ, ചിലവൊക്കെ വളരെ സിമ്പിളായിട്ട്. ഇപ്പോൾ 18 കോടി രൂപ എടുത്തിട്ട് ഒരു മരുന്ന് വാങ്ങിച്ചു, അത് അവർക്ക് ബുദ്ധിമുട്ടില്ല. അറിയേണ്ട ഒന്ന്, ആദ്യത്തെ കേസ് ഫ്രീ ആയിട്ട് കിട്ടി, രണ്ടാമത് നാട്ടുകാർ കൊടുത്തു. ഇനി 100 കോടി ആയാലും നമ്മളെല്ലാം കൂടി പിരിച്ചു കൊടുക്കും, ഉറപ്പാണ്. ആ കുഞ്ഞ് രക്ഷപ്പെടട്ടെ, ആ കുടുംബം രക്ഷപ്പെടട്ടെ. പക്ഷേ ഇനി തൊട്ട് റയർ ഡിസീസേ ഉള്ളു. ഇനി റയർ ഡിസീസ് ലക്ഷക്കണക്കിനാണ് ലോകത്തുള്ളത്. കേരളത്തിൽ ഇതിൻ്റെ ഏതാണ്ട് 1000കണക്കിന് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ റയർ ഡിസീസ് ട്രീറ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഹോമിയോപ്പതിക്ക് പറ്റുന്ന മേഖലയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരു പൈസ സ്വരൂപിച്ചിട്ട് കയ്യിൽ നിന്ന് എടുക്കുന്നതെല്ലാം എടുത്തിട്ട് നമുക്ക് ഒരു 1.5 കോടി രൂപ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു ലാബാണ് ആറ്റമിക് സ്പെക്ട്രോഫോട്ടോമെട്രി. അത് നമുക്കൊന്നൊരു കൂട്ടായ്മ ചിന്തിക്കാം. ഏത് കേസും, ഏത് വഷളായ കേസ്, 18 കോടിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് കൂടിയൊന്ന് ആരോ സുഹൃത്ത് പറഞ്ഞ പോലെ, ഷാജി കുടിയിട്ടാന്ന് തോന്നുന്നു പറഞ്ഞത്, 1000കണക്കിന് രൂപ മതിയാവും. ഇനി അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്ന് അടുത്ത് കൂടണം, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സഹകരിക്കുന്നു വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഓർത്തോഗ്രാഫ്സിലോട്ട് കടക്കാം നമുക്കിനി. സമയം ഏകദേശം ആയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തോഗ്രാഫ്സ് പറയുന്നതിനായി ഭദ്രൻ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്.
Please unmute. Please unmute for the sir. Thank you, sir, for the chance given me to propose vote of thanks, especially to the legend of Homeopathy for his best presentation. ഞാൻ ഈ ക്ലാസ്സിൽ മുഴുവൻ സമയം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് അത്യാവശ്യമുള്ള വേറെ മീറ്റിങ്ങിലൂടെ പോകേണ്ടി ഉണ്ടായിരുന്നുണ്ട്. കുറച്ച് ഭാഗം എനിക്ക് കേൾക്കാൻ സാധിച്ചുള്ളൂ. കേട്ടതെല്ലാം വളരെ നന്നായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണുള്ളത്. സാറിന് സാറ് തുറന്നതിനെ വീണ്ടും ഈ ക്ലാസ് നടത്തുമെന്നുള്ള ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. തൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ കേൾക്കാനുള്ള ആകാംക്ഷയോടും അഭിവാഞ്ചയോടും സാറ് ഇന്ന് അവതരിപ്പിച്ച ക്ലാസ്സിന് IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഉള്ള ഹാർദമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ 312ാമത്തെ ദിവസത്തെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ പരിസമാപ്തിരിക്കുകയാണ്. ഇനി നാളെ പുതിയൊരു വിഷയമായി നമുക്ക് 313ാമത്തെ ദിവസത്തെ പരിപാടി നടക്കുകയാണ്. അപ്പോൾ വീണ്ടും നാളെ 8:30 മുതൽ നമ്മുടെ ഇംഗ്ലീഷ് വേർഷനും അതിനുശേഷം 9:30 മുതൽ മലയാളം സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ.